രണ്ടാമതും US പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ലോകത്തെയാകെ ഞെട്ടിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സഖ്യകക്ഷികളായ കാനഡയെയും യൂറോപ്പിനെയും വരെ വെല്ലുവിളിക്കുന്നു. ലോക സംവിധാനങ്ങൾക്കെതിരെ എല്ലാം സംസാരിക്കുന്നു. ഗസയെ സ്വന്തമാക്കുമെന്ന് വെല്ലുവിളിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ യഥേഷ്ടം കയറ്റി അയക്കുന്നു. ലോകത്തെ മൊത്തം ഇങ്ങനെ ഞെട്ടിക്കുന്ന ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുമ്പിൽ കീഴടങ്ങുന്നത് എന്തുകൊണ്ടാണ്? പുടിനു വേണ്ടി യുക്രൈനെ തള്ളിക്കളയാനും സെലൻസ്കിയാണ് ഏകാധിപതി എന്ന് പ്രഖ്യാപിക്കാനും വരെ ട്രംപ് തയ്യാറായി. ട്രംപിനെ വരച്ച വരയിൽ നിർത്താൻ പുടിൻ്റെ കയ്യിലുള്ള രഹസ്യായുധം എന്താണ്? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. സൗദിയുടെ തലസ്ഥാനമായ റിയാദിൽ കഴിഞ്ഞയാഴ്ച ട്രംപിന്റെ സംഘവും പുടിൻ്റെ അനുയായികളും ഒരുമിച്ചിരുന്നു. 3 വർഷം മുമ്പ് യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയും റഷ്യയും തമ്മിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല. എന്നു മാത്രമല്ല, വലിയ ശത്രുതയിലായിരുന്നു ഇരു രാജ്യങ്ങളും. എന്നാൽ സൗദിയിലെ യോഗത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ധാരണയായി. എംബസികളിൽ ജീവനക്കാരെ പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ട്രംപ് നിഷ്കരുണം തള്ളി. യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് സെലൻസ്കിയാണെന്നാണ് ട്രംപ് പറയുന്നത്. സെലൻസ്കി ഏകാധിപതിയാണ് എന്നും യുക്രൈനിൽ പുതിയ തെരഞ്ഞെടുപ്പ് വേണമെന്നും ട്രംപ് തുറന്നടിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വാദങ്ങൾ ആവർത്തിക്കുകയാണ് ട്രംപ്. യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ സൗദിയിൽ യോഗം ചേർന്നപ്പോൾ യുക്രൈനെയോ യൂറോപ്യൻ നേതാക്കളെയോ അവിടേക്ക് ക്ഷണിച്ചിരുന്നില്ല. ട്രംപ് റഷ്യക്കൊപ്പം നിൽക്കുന്നതിൽ യൂറോപ്യൻ നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ യൂറോപ്യൻ നേതാക്കൾ പാരീസിൽ പ്രത്യേക യോഗം ചേരുകയും ചെയ്തു. അമേരിക്കയും യൂറോപ്പും തമ്മിൽ കടുത്ത ഭിന്നതയാണ് ഇപ്പോഴുള്ളത്. യൂറോപ്പിനെ പോലും ശത്രുപക്ഷത്ത് നിർത്തി ട്രംപ് പുടിനൊത്ത് ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം എന്താകും? ട്രംപ് പുടിനെ ഭയക്കുകയാണോ? എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ട്രംപിനെ ഭയപ്പെടുത്തുന്ന ഒന്നായി പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് കോംപ്രമറ്റ് എന്ന ആശയമാണ്. ഇതൊരു റഷ്യൻ വാക്കാണ്. സോവിയറ്റ് യൂണിയൻ സ്റ്റാലിൻ്റെ കാലത്ത് നടത്തിയ ഒരു തന്ത്രമാണിത്. എതിരാളിയെ നിയന്ത്രിക്കാൻ വേണ്ടി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്നോ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നോ മനഃപൂർവ്വമായി തെളിവുകൾ ശേഖരിച്ച് അതിനെ ഉപയോഗിച്ച് സമ്മർദ്ദമുണ്ടാക്കുക എന്നതാണ് തന്ത്രം. ട്രംപ് പ്രസിഡന്റാകുന്നതിന് മുമ്പ് റഷ്യയിൽ പലതവണ യാത്ര ചെയ്യുകയും പലരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ആ കാലത്തുള്ള ചില കാര്യങ്ങൾ പുടിൻ്റെ കയ്യിലുണ്ട് എന്നും അതുപയോഗിച്ചാണ് ട്രംപിനെതിരെ പുടിൻ്റെ ഭീഷണി എന്നുമാണ് ഇവർ പറയുന്നത്. മോസ്കോയിലെ ഒരു ഹോട്ടലിൽ ട്രംപിനു വേണ്ടി പുടിൻ തന്നെ വേശ്യകളെ ഒരുക്കിക്കൊടുത്തുവെന്നും അതിൻ്റെ വീഡിയോ ടേപ്പുകൾ പുടിൻ്റെ കൈവശം ഉണ്ട് എന്നുമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ചിലർ വാദിക്കുന്നത്. 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകമാധ്യമങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച വിവാദമായിരുന്നു സ്റ്റീൽ ഡോസിയർ. മുൻ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഓഫീസർ ക്രിസ്റ്റഫർ സ്റ്റീൽ തയ്യാറാക്കിയ ഒരു രഹസ്യരേഖയാണിത്. ഡൊണാൾഡ് ട്രംപിൻ്റെ റഷ്യയുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ഗുരുതര ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രേഖ. ക്രിസ്റ്റഫർ സ്റ്റീൽ ബ്രിട്ടീഷ് മുൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്നു. ട്രംപിൻ്റെ പല രഹസ്യങ്ങളും തൻ്റെ കയ്യിൽ ഉള്ളതിനാൽ ട്രംപിനെ തൻ്റെ ചെൽപ്പടിയിൽ നിർത്താൻ ആകും എന്നതുകൊണ്ട് പുടിൻ ട്രംപിനെ US പ്രസിഡന്റാക്കാൻ രഹസ്യമായി പണിയെടുത്തു എന്നാണ് ക്രിസ്റ്റഫർ സ്റ്റീൽ വിശദീകരിച്ചത്. സൈബർ ആക്രമണത്തിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും US തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പുടിൻ ശ്രമിച്ചു എന്നും ഈ രേഖ പറയുന്നു. ഇത് അമേരിക്കയിൽ വെറും ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമായി നിന്നില്ല. ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ മുൻ FBI ഡയറക്ടറായ റോബർട്ട് മ്യൂളറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ പ്രവർത്തിച്ചു. മ്യൂളർ കമ്മീഷനിലെ അംഗങ്ങൾ നീണ്ട 22 മാസം തുടർച്ചയായി പലരിൽ നിന്നും മൊഴിയെടുത്തു. അതിൽ പ്രധാനിയായിരുന്നു FBI ഡയറക്ടറായിരുന്ന ജെയിംസ് കോമി. ട്രംപ് അധികാരത്തിലേറുന്ന കാലത്തും FBI മേധാവിയായിരുന്നു കോമി. ട്രംപിനെതിരെ പുടിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ സ്ഫോടനാത്മകമാണ് എന്നാണ് മ്യൂളർ കമ്മീഷനോട് കോമി തുറന്നു പറഞ്ഞത്. ട്രംപ് FBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കോമിയെ പുറത്താക്കുകയായിരുന്നു. ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി എ ഹയർ ലോയൽറ്റി, ട്രൂത്ത്, ലൈസ് ആൻഡ് ലീഡർഷിപ്പ് എന്ന പേരിൽ കോമി ഒരു പുസ്തകം തന്നെ പിന്നീട് പുറത്തിറക്കി. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് പുതിയ ഒരു ആരോപണം കൂടി വന്നത്. 2017 ട്രംപ് പുടിനുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുകയും അതിൻ്റെ വിശദാംശങ്ങൾ മറച്ചുവെക്കുകയും ചെയ്തു എന്നായിരുന്നു ആരോപണം. ഇതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് അന്ന് മുതൽ ട്രംപ് ചെയ്യുന്നത്. സ്റ്റീൽ ഡോസിയർ വിവാദത്തിൽ ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തെളിവില്ലെന്നും മ്യൂളർ കമ്മീഷന് പോലും അത്തരം തെളിവുകൾ എല്ലാം കിട്ടിയിട്ടില്ല എന്നും ട്രംപിനെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നു. ഏതായിരുന്നാലും രണ്ടാം ടേമിലും ട്രംപ് പുടിൻ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ അനുസരിച്ച് നിൽക്കുമ്പോൾ സംശയങ്ങൾ വർദ്ധിക്കുക തന്നെയാണ്.